വെയിറ്റ് ഈ ക്ലിപ്സ് ഞാൻ ഷെയർ ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ. ദീസ് ആർ സം ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഫ്രം അവർ സ്കോട്ട്ലാൻഡ് ട്രിപ്പ്. തേർഡ് ഡേ മോർണിംഗ് വി സ്റ്റാർട്ടഡ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം മാക്ഡി, ഫുൾ എനർജി മോഡ്. നമ്മൾ ഇന്ന് പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നെവിസ് റേഞ്ച്. നമ്മളുടെ യാത്ര തുടരുന്നത് ഗ്ലാസ്ഗോയിൽ നിന്നാണ്. അവിടെ നിന്ന് നെവിസ് റേഞ്ചിലോട്ട് ഏകദേശം ഒരു 2 to 3 hours ജേണി ഉണ്ടായിരുന്നു. ഈ റിവറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണുന്നത് ഇതിന് മുന്നത്തെ വീഡിയോയിലുള്ള ലോക്ക് ലോമോണ്ട് റിവറിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ഈ പോകുന്ന വഴി നീളെ വ്യൂസ് വെർ മാർവലസ് ഓൾ ദി വേ. എവറി ഫ്യൂ മിനിറ്റ്സ് ഒരു ന്യൂ സീനിക് പോയിൻറ്റ്സ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു സീനിക് പോയിൻറ്റിൽ നമ്മളും കാർ നിർത്തി. നമ്മൾ ആ ബ്യൂട്ടി എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ആ സീനിക് പോയിൻറ്റ്സിലൊക്കെ തന്നെ കുറച്ചൊരു കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം തന്നെ വേറെയും കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഇറങ്ങി കുറേ പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ജസ്റ്റ് എൻജോയിങ് ദ ബ്യൂട്ടി. വിൻഡ് കുറച്ച് സ്ട്രോങ് ആയിരുന്നു കേട്ടോ. ബട്ട് ദാറ്റ് ചിൽ, ദാറ്റ് വൈബ് വർത്ത് ഇറ്റ്. ഫൈനലി വി റീച്ച്ഡ് നെവിസ് റേഞ്ച്. പിന്നെ അവിടുന്ന് ടിക്കറ്റ്സ് എടുത്തു. ആക്ച്വലി വി വർ സോ ലക്കി. ഫോഗി ആയതുകൊണ്ട് നമ്മൾക്ക് ശേഷമുള്ള ടിക്കറ്റ്സ് അവർ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ വളരെ ശ്രദ്ധിച്ച് കുറച്ച് പേടിച്ച് കേബിൾ കാറിൽ കയറിക്കൂടി. റോപ്പ് വേയിൽ കൂടിയുള്ള യാത്ര ഫുൾ ഫോഗി ആയിരുന്നു. ഒന്നും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ് ഫീലിംഗ് ട്രാവലിംഗ് ഇൻസൈഡ് ക്ലൗഡ്സ്, അത് കൊള്ളായിരുന്നു. പിന്നെ ബേബി അധികം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ ഈ യാത്ര. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയപ്പോൾ അവിടെയും പിന്നെ ഒരുപാട് നടന്ന് കാണാനായിട്ടൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് പിന്നെ ഒരു ഹില്ല് ക്ലൈംബ് ചെയ്തു. ആൻഡ് ദെൻ എല്ലാ സീനറീസും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് ഞാൻ ഈ സ്കോട്ട്ലൻഡ് ഡയറീസിലെ യാത്രയിലുടനീളം പറയുന്നൊരു കാര്യമാണ്. എല്ലാം നല്ല ഭംഗി, കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചകൾ എന്ന് പറയില്ലേ, അതുപോലെ. സൈഡിൽ കൂടി ഒരു സ്മോൾ വാട്ടർ സ്ട്രീം ഫ്ലോ ചെയ്തിരുന്നു, അരുവി. സോ ക്ലിയർ, സോ പ്യുവർ. പക്ഷേ ഈ ഷൂസുമൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങാനുള്ള സാഹസം കാണിച്ചില്ല കേട്ടോ. പിന്നെ ഹിൽ ടോപ്പിലെത്തിയതിന് ശേഷം ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഞാനൊരു ഡാൻസ് റീൽ ചെയ്തു. നെവിസ് റേഞ്ച് എനിക്ക് അങ്ങനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് തിരിച്ച് റോപ്പ് കയറി പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ഫോഗി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സീനിക് വ്യൂ ഒക്കെ കുറച്ച് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തേക്ക് ആ ഫോഗൊക്കെ ഒന്നും കൂടി മാറി ക്ലിയറായി വ്യൂ ഒക്കെ. എന്തോ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയ പോലെ, ആ ഒരു പ്രകൃതിയായിട്ട് നല്ലൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു ആ ഒരു അവിടെയുള്ള അത്രയും നേരം. പിന്നെ ഞങ്ങൾ കേബിൾ കാറിൽ തന്നെ താഴോട്ട് ഇറങ്ങി. താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേനും എല്ലാവരും വിശന്ന് ഒരു വശമായിട്ടുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ അവിടെ തന്നെ ആ നെവിസ് റേഞ്ചിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. എന്താണെങ്കിലും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ എന്നറിയില്ല, വളരെ ഡെലീഷ്യസ് ആയിരുന്നു ഫുഡ്. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഒരു മസാല ചായയൊക്കെ കുടിച്ചു. പിന്നെ സുവനീഴ്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിലൊക്കെ കയറി ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.